നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുപരമായിട്ട് നമ്മുടെ വീടിന് ഐശ്വര്യങ്ങളും പോസിറ്റീവ് എനർജിയും നൽകുന്ന അല്ലെങ്കിൽ അത് നൽകാൻ കഴിവുള്ള വളരെയധികം ചെടികളും സസ്യങ്ങളുമുണ്ട്. അവയിലെ പ്രധാനിയായിട്ടുള്ള ഒരു ചെടിയാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേയും ശംഖുപുഷ്പവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ തന്നെയും നീല ശംഖുപുഷ്പത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. വെള്ള ശംഖുപുഷ്പം വീടുകളിൽ നമ്മൾ നട്ടു വളർത്തുന്നതിലൂടെ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാവിധ ശുഭകാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. എന്നാൽ വാസ്തുപരമായിട്ട് ഇവ നടുവാനും പരിപാലിക്കുവാനും ചില രീതികളും പ്രത്യേക ദിശകളും ഒക്കെ തന്നെയുണ്ട്. അതിന് വിപരീതമായിട്ടാണ് നമ്മളിത് നട്ടു വളർത്തുന്നത് എങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങളും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് മാത്രമല്ല, അതുമൂലം നമുക്ക് ചില ദോഷഫലങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ള ശംഖുപുഷ്പം വീട്ടിൽ നട്ടു വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ വെള്ള ശംഖുപുഷ്പം നട്ടു വളർത്തുന്നത് വഴി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മളിത് നട്ടു വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഈശ്വരാനുഗ്രഹവും കൊണ്ടുതരുന്ന ഒരുപാട് ചെടികളുണ്ട് അല്ലെ. അതില് പ്രധാനപ്പെട്ട ഒരു സസ്യം തന്നെയാണ് ഈ ഒരു വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഈ ഒരു വെള്ള ശംഖുപുഷ്പം നമ്മൾ വീടുകളിൽ നടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവ നടുന്ന ദിശയ്ക്കാണ്. അവ നടുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്ന ഫലത്തെ തീരുമാനിക്കുന്നതും നമ്മൾ നടുന്ന ദിശ തന്നെയാണ്. ശരിയായ ദിശയിലല്ല, ശരിയായ സ്ഥാനത്തല്ല നമ്മൾ ഈ ഒരു ചെടി നടുന്നത് എങ്കിൽ ഗുണഫലത്തെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നു ഭവിക്കുന്നത്. ഇങ്ങനെ വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് വാസ്തുപരമായിട്ട് ഓരോ ദിശയിലും ഓരോ തരത്തിലുള്ള ഊർജത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിശയിലേക്ക് വരുന്ന ഊർജത്തെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിലുള്ള വസ്തുക്കൾ തന്നെ ആയിരിക്കണം ഓരോ സ്ഥാനത്തും ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തില് ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാൻ കഴിവുള്ള സസ്യങ്ങളിൽ ഒന്നാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഈ ഒരു ശംഖുപുഷ്പത്തെ പറ്റി പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വെള്ള ശംഖുപുഷ്പം ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട അഥവാ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പമാണ് വെള്ള ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന പുഷ്പവുമാണ് വെള്ള ശംഖുപുഷ്പം. വീട്ടിലെ വെള്ള ശംഖുപുഷ്പം ഉള്ളവര് അതിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു പൂവ്, ശംഖുപുഷ്പം പൂത്തു നിൽക്കുന്ന സമയത്ത് ആ പൂവ് ഇറുത്തു കൊണ്ടുവന്ന് ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖങ്ങളായാലും ഇല്ലാതാകും. ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയും ഒരു മോചനം നേടാനായിട്ട് അതിനൊക്കെയും പരിഹാരം കാണാനായിട്ട് 21 ദിവസം തുടർച്ചയായിട്ട് ലക്ഷ്മി ദേവിക്ക് വെള്ള ശംഖുപുഷ്പം അർപ്പിക്കുക. 100% ഉറപ്പായിട്ടും 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുകയാണ്. ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും തടസ്സങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കയ്യിൽ ധനം വരുന്നുണ്ട്, പക്ഷെ സമ്പാദ്യമൊന്നും ഉണ്ടാകുന്നില്ല. പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുഖവും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ള ശംഖുപുഷ്പം ലക്ഷ്മി ദേവിക്ക് കാഴ്ചവെക്കുക എന്നുള്ളതാണ്. വെള്ള ശംഖുപുഷ്പത്തിന്റെ പൂ വിറുത്തു കൊണ്ടുവന്ന് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക. നമുക്കറിയാം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആ ദിവസം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം സമർപ്പിക്കുകയാണെങ്കിൽ
ദേവി എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അതും നിങ്ങളുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടായ വെള്ള ശംഖുപുഷ്പമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ക്ലേശങ്ങളെ അകറ്റി നിർത്തി ദേവിയുടെ കടാക്ഷം നിരന്തരം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കും എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് സമർപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയി സമർപ്പിക്കുകയാണെങ്കിൽ അതും അത്യുത്തമമാണ്. ഇനി അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഈ വെള്ള ശംഖുപുഷ്പം അർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫലം അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സക്സസും ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം, അതായത് നിങ്ങളുടെ പിറന്നാൾ ദിവസം വെള്ള ശംഖുപുഷ്പം ദേവിക്ക് സമർപ്പിക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖദുരിതങ്ങളെയും ഇല്ലാതാക്കി നിങ്ങൾക്കൊരു സംരക്ഷണ കവചം ദേവി തീർക്കുന്നതായിരിക്കും. ശംഖുപുഷ്പത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്തെന്നാൽ, ദേവന്മാരുടെ പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പുഷ്പമായിരുന്നു ശംഖുപുഷ്പം. അതായത് ദേവലോകത്തു നിന്നും അഥവാ സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പുണ്യവും ദൈവിക കടാക്ഷവും ഉള്ള പുഷ്പങ്ങളാണ് വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവും. ഇനി ചില വീടുകളിൽ ശംഖുപുഷ്പം വളർത്തുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തഴച്ചു വളരുകയും ഒരുപാട് പൂവുകൾ വിടരുകയും ചെയ്യും. ഇത് സൂചിപ്പിക്കുന്നത് ആ കുടുംബത്തിൽ അഥവാ ആ വീടുകളിൽ ഈശ്വരാനുഗ്രഹം വളരെയേറെ കൂടുതലാണ് എന്നുള്ളതാണ്. ആ മണ്ണിലെ ഈശ്വര കടാക്ഷം മനുഷ്യരാൽ ഊഹിക്കാവുന്നതിലും ഏറെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലെ ഈശ്വര കടാക്ഷം ഉള്ള ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും. നമ്മുടെ വീടുകളിൽ ശംഖുപുഷ്പം നടുന്ന സമയത്ത് അവ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ള ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ അവ ഒറ്റ സംഖ്യയായിട്ട് നടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു തൈ നട്ടു വളർത്തുക, അല്ല എങ്കിൽ 3 തൈ നട്ടു വളർത്തുക, അല്ല എന്നുണ്ടെങ്കിൽ 5 തൈ നട്ടു വളർത്തുക. ഒരു കാരണവശാലും ഇരട്ട സംഖ്യയായിട്ട്, അതായത് 2, 4, 6 അങ്ങനെ ഇരട്ട സംഖ്യയായിട്ട് തൈകൾ നട്ടു വളർത്തരുത്. ഇനി അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൽ പൂക്കൾ വിടരുന്ന സമയത്തും നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഒറ്റ സംഖ്യയായിട്ട് പൂക്കൾ വിടരുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ശുഭകരമായിട്ടുള്ള സൂചനയാണ് അത് നൽകുന്നത്. എന്നാൽ പൂക്കൾ വിരിയുന്ന കാര്യത്തിൽ ഇരട്ട സംഖ്യകളായി വന്നാലും ദോഷഫലങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇങ്ങനെ ഒറ്റ സംഖ്യകളാണെങ്കിൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യത്തെയാണ് അത് കാട്ടിത്തരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു വെള്ള ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കേണ്ട ഉത്തമമായിട്ടുള്ള ദിശകളെ പറ്റിയാണ് പറയുന്നത്. നമ്മളെ ശംഖുപുഷ്പം നട്ടു വളർത്തുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിപാലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ശംഖുപുഷ്പം നടുമ്പോൾ ചെയ്യുന്ന ചെറിയ പിഴവുകൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാര്യതടസ്സങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ വന്നു ചേരാൻ കാരണമായി തീരും എന്നതാണ്. സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇടയാകുന്ന ഒരു പുഷ്പം എന്നതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെയേറെ ഗുണമേന്മകളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് ശംഖുപുഷ്പം. അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശയാണ്. അത് ഏറ്റവും മഹത്തായിട്ടുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിക്കും എന്നതാണ്. വീടുകളിലെ കിഴക്ക് ദിശയിൽ ശംഖുപുഷ്പം വച്ച് പിടിപ്പിക്കുന്നതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ശംഖുപുഷ്പം നടാവുന്ന അടുത്ത ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ്. അതായത് നിങ്ങൾക്ക് വീടിന്റെ കിഴക്ക് ഭാഗത്ത് സൗകര്യമില്ല എങ്കിൽ, അതായത് എല്ലാവർക്കും ആ ഒരു സ്ഥാനം സൗകര്യപ്രദമായിട്ട് ലഭിക്കണമെന്നില്ല, അങ്ങനെയുള്ളവർക്ക് വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുന്നതും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ശംഖുപുഷ്പം നട്ടു വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിശയാണ്. അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ഈ ഒരു ഭാഗത്ത് ശംഖുപുഷ്പം നട്ടു വളർത്തുന്നതും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ദിശകളാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ശംഖുപുഷ്പം നട്ടു വളർത്താൻ സാധിക്കുന്നത്. ഇനി ഈ 3 ദിശകളിലല്ലാതെ തെറ്റായ ദിശയിലാണ് നിങ്ങൾ ശംഖുപുഷ്പം വളർത്തുന്നത് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ശരിയായ ദിശയിൽ എല്ലാവരും ശംഖുപുഷ്പത്തിന്റെ ചെടികൾ വളർത്താനായിട്ട് ശ്രമിക്കുക. അഥവാ തെറ്റായ ദിശയിൽ ശംഖുപുഷ്പ ചെടി വളരുന്നുണ്ടെങ്കിൽ
അത് പിഴുതുമാറ്റി ശരിയായ ദിശയിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. പണ്ടുകാലം മുതൽ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് ശംഖുപുഷ്പത്തിന്റെ ഇതളുകളും ഇലയും ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ശംഖുപുഷ്പത്തിന്റെ പൂവുകൾ പറിക്കാതിരിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഈ പുഷ്പങ്ങൾ നമ്മൾ പറിച്ച് നശിപ്പിക്കരുത്. അതും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വെള്ള ശംഖുപുഷ്പം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതുവഴി ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന്റെ ചെടി നിൽക്കുന്നത് ശരിയായ ദിശയിലാണ് എന്നുള്ളത് കൂടെ ഒന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം ശരിയായ രീതിയിൽ പരിപാലിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.